ശങ്കുട്ടിദാസ്, ഇപ്പോൾ കോൺഗ്രസ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ അന്തർധാരയിൽ ഇപ്പോൾ ഇപിയുടെ പ്രതികരണം വന്നതിന് ശേഷം പറഞ്ഞതും നേരത്തെ പറഞ്ഞുകൊണ്ടിട്ടുള്ള കാര്യം, ഈ സ്വർണ്ണക്കടത്ത്, കരുവന്നൂർ, ഇപ്പോൾ SFI അന്വേഷണം, ഇതൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വേഗത്തിൽ നീങ്ങും, പ്രത്യേക ഘട്ടത്തിൽ അത് അങ്ങ് നിന്നു പോകും, ഇപ്പോൾ നിന്നു പോകുന്ന അവസ്ഥയിലാണ്. അത് നിങ്ങൾക്കിടയിലുള്ള അന്തർധാര കാരണമാണെന്ന് പറയുന്നു. ഈ അന്വേഷണമൊക്കെ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ പറയാൻ കഴിയുമോ ശങ്കുട്ടിദാസിന്? നമുക്ക് ഈ അന്വേഷണമൊന്നും BJP എന്ന് പറയുന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടത്തുന്നതല്ല. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസികൾ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്നതാണ്. ഈ പറയുന്ന SFIയുടെ ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ, അതിനു മുമ്പ് നടന്നിട്ടുള്ള ഇൻകം ടാക്സിന്റെ റെയ്ഡ് ആയിക്കോട്ടെ, ഇതൊന്നും കോൺഗ്രസിന്റെ ആവശ്യാർത്ഥം ഉണ്ടായിട്ടുള്ളതായിരുന്നില്ല. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായിട്ട് അവരുടെ റഡാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കാലികമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വയമേവ എടുത്തിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇവിടെ ഈ പറയുന്ന കമ്പനീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഇവർക്കെതിരെ നടക്കുന്നു എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ ഒരാൾ ഹർജി കൊടുത്തപ്പോൾ കേരള ഹൈക്കോടതിയിൽ വന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് സ്വയമേവയാണ് അറിയിച്ചത്, ഞങ്ങൾ SFIയുടെ ഇൻവെസ്റ്റിഗേഷൻ ഈ കാലഘട്ടം മുതൽ ആരംഭിച്ചിട്ടുണ്ടെന്ന്. 2017-18 കാലഘട്ടം ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയവരായിരുന്നു. ഈ പറയുന്ന സ്വർണ്ണക്കടത്തിന്റെ കേസിലാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും പുറത്തു പോലും വരാതിരിക്കുമായിരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം BJP കൊണ്ടുവരുമ്പോൾ ഇതിലെല്ലാം ഇത്രയും കാലം മൗനാനുവാദം കൊടുത്തിട്ട് ഇതിൽ പാർട്ടിയായിരുന്ന ആളുകൾ, ഇപ്പൊ കരിമണൽ കർത്തയുടെ പറ്റുബുക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കാശ് കിട്ടിയിട്ടുള്ള ആളുകളിൽ PVയും മാത്രമല്ലല്ലോ ഉള്ളത്, OCയും RCയും EKയും ഒക്കെ ഉണ്ടല്ലോ, PKയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ എല്ലാ കള്ളക്കച്ചവടത്തിനും കൂട്ടുനിന്നിരുന്ന, ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും തയ്യാറാവാതിരുന്നിരുന്ന, അതിൽ സാങ്കേതികമായിട്ടുള്ള നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് പുറകോട്ട് നിന്നിരുന്ന ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ നടപടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ അന്തർധാരയാണെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത്? EP ജയരാജന്റെ പ്രസ്താവന ഏതെങ്കിലും നിലയിലുള്ള അന്തർധാരയുടെ ഭാഗമായിട്ട് വന്നതല്ല. കാര്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന യാഥാർത്ഥ്യബോധമുള്ള ഏതൊരാളും പറയുന്ന കാര്യമാണ്. ഈ പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ വളരെ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട്, ദൗർബല്യം കൊണ്ട് അദ്ദേഹത്തിന് 2ാം സ്ഥാനത്ത് വരുന്നേ പറയാൻ സാധിച്ചുള്ളൂ. അതല്ലെങ്കിൽ അവർ 1ാം സ്ഥാനത്ത് തന്നെ വരേണ്ടവരാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലെ സ്ഥാനാർത്ഥി V മുരളീധരൻ, തൃശ്ശൂർ സുരേഷ് ഗോപി, ഈ സ്ഥാനാർത്ഥികളെല്ലാം വളരെ കരുത്തരാണെന്നത് യാഥാർത്ഥ്യബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് പറയാൻ അന്തർധാര വേണോ? ഇത് പറയാൻ സാമാന്യമായിട്ടുള്ള ബോധം പോലെ മനുഷ്യന്മാർക്ക്. അപ്പോ ഈ കാര്യങ്ങളൊന്നും അന്തർധാരയുടെ മുഖ്യമന്ത്രിക്കുമില്ല, പാർട്ടി സെക്രട്ടറിക്കുമില്ല. ആ സാമാന്യബോധം EPക്ക് മാത്രമെന്നാണ്. EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു നൈസർഗികമായിട്ടുള്ള സത്യസന്ധത കൊണ്ട് അത് പറഞ്ഞു. ആ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് ദോഷം ചെയ്യും എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ തിരുത്തി. അത് തനിക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അത് തിരുത്തി. ആദ്യം ഒരു ഇന്റർവ്യൂവിൽ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നിടയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സത്യം തുറന്നു പറഞ്ഞു. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനോടോ നിങ്ങൾ ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്ററോടോ ഈ ക്യാമറയുടെ ഒന്നും പരിപാലനവും അകമ്പടിയൊന്നും ഇല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ പറയുമായിരിക്കും സത്യമായിട്ട് 5 സീറ്റുകളിൽ, ചിലപ്പോൾ ലിജു പറയുമായിരിക്കും, ചിലപ്പോൾ കോൺഗ്രസിലെ ഏതെങ്കിലും ആളുകൾ പറയുമായിരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പറയുന്ന 5 മണ്ഡലങ്ങളല്ല, കേരളത്തിൽ 6-7 മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ വലിയ ബാറ്റിൽ കാഴ്ചവെക്കാൻ കരുത്തുള്ള. കോഴിക്കോട് MT രമേശിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ കേരളത്തിൽ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യവും അതായിരുന്നു. അല്ല, കേരളത്തിൽ ജയിക്കാൻ എന്താണ് പ്രത്യേകിച്ച് കാരണം വേണ്ടത്? ഒരു പാർട്ടി 10 വർഷം നല്ല പ്രവർത്തനം നടത്തി, നല്ല വികസനം നടത്തി, നല്ല ജനോപകാര പദ്ധതികൾ നടത്തിയാൽ അത് ജയിക്കാൻ ഒരു കാരണമല്ലേ? കേരളത്തിൽ ജയിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പൂർത്തീകരിച്ചു കൊള്ളണം. ആ കാര്യത്തിൽ ചില ആളുകൾക്ക് വിപ്രതിപത്തി ഉണ്ടാവരുത്. ഈ പറയുന്ന നമ്മൾ ജനറലി പറയുന്ന ഇക്വേഷൻസിനൊന്നും വിരുദ്ധമായി വരരുത് എന്ന് നമ്മൾ ചാട്ടി പിടിക്കുന്നത് എന്തിനാ? മലയാളി വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് മതത്തിൻ്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിലല്ല. അവർക്ക് ഡെവലപ്മെന്റിന് വോട്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു കാരണം മതി BJPയുടെ കേരളത്തിൽ BJPക്ക് ഡെവലപ്മെന്റ് ആണ് പറയാനുള്ളത്. അത് താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.